friends, welcome back to food vlog. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ബ്രൗണിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ബട്ടർ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ആ ഒരു ചൂടിൽ അത് മെൽറ്റ് ആയിക്കോളും. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സൈഡിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രൗണി കേക്ക് പോലെ നല്ല ഫ്ലഫി ആയിട്ട് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ, ഒരു നുള്ളുപ്പ്, 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 പ്രാവശ്യം സീവ് ചെയ്തെടുത്താൽ മതി, 3 പ്രാവശ്യം സീവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നെക്സ്റ്റ് ഇതൊന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. അടുത്തതായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് 2 മുട്ട, പിന്നെ 1 ടീസ്പൂൺ വിനേഗറും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നെക്സ്റ്റ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുള്ള മിക്സർ ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചെടുക്കാം. നിങ്ങളുടെ അടുത്ത് സ്ക്വയർ ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് ഷേപ്പുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാനിവിടെ ചെറിയ ചെറിയ പീസ് ഡയറി മിൽക്കും കൂടി വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവൻ സെറ്റിലോട്ട് വെച്ചെടുത്ത് ഒരു 30 to 35 മിനിറ്റ്സോളം നമുക്കിതിനെ വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. സെയിം നേരത്തെ പോലെ തന്നെ. ജസ്റ്റ് ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ആദ്യം 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ബ്രൗണി നല്ലപോലെ വെന്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്കിന്റെ ടെക്സ്ചർ അല്ല, മുകളിൽ ഒരു തിൻ ലെയർ ആയിട്ട് ക്രിസ്പി പോലെ ഉണ്ടാവും, പിന്നെ താഴെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മളുടെ ഗനാഷയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അധികം വെച്ചാൽ നല്ലപോലെ കട്ടിയായി പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.